വ്യക്തിയുടെ വിശ്വാസ്യത എന്താണ്? നിസ്സംശയം പറയാം, നിലപാട്. ഒരു സന്ദർഭത്തിൽ ഒരു നിലപാട് പറയുക, ഇനി എത്ര വിമർശനമുണ്ടെങ്കിലും താൻ പറഞ്ഞ കാര്യം അത് ഉത്തമ ബോധ്യത്തിൽ, അത് ശരിയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാചകം എത്ര പിന്തുണ കിട്ടുന്നു എന്ന് നോക്കിക്കൊണ്ട് തരാതരം പോലെ നിലപാട് മാറ്റുന്നുണ്ടെങ്കിൽ വിശ്വാസ്യത വേണ്ട. സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്ന ഓന്താണ്. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തി കൂടുതൽ വിശ്വാസ്യതയുള്ള വ്യക്തിയാണെന്ന് പറയേണ്ടി വരുന്നത്. ഒരു സന്ദർഭത്തിൽ ഒരു വാചകം പറഞ്ഞാൽ അത് ആവർത്തിച്ച് അത് തന്നെ പറയും. അതിൽ എത്ര പിന്തുണ കിട്ടുന്നോ, അതിലെത്ര കയ്യടി കിട്ടുന്നോ, അതിൻ്റെ പേരിൽ എത്ര വോട്ട് കുറയുമോ, അതിൻ്റെ പേരിൽ വലിയ തിരിച്ചടി കിട്ടും, അതിൻ്റെ പേരിൽ അധികാരം നഷ്ടപ്പെടും. ഈ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ വാക്കു മാറുന്നവനേ അല്ല. അത് ഇപ്പോഴും തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ പറഞ്ഞ അതേ വാചകം പിറ്റേന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും വളരെ കൃത്യമായി ആ കാര്യം ആവർത്തിക്കുന്നത് കേട്ടു. In Shivagiri, you had made a statement that the Sanatana Dharma is not compatible with democracy and it is a favorite word for a monarch and casteist. This has caused a lot of discussion. Your response to it, CM? അത് വളരെ വിശദമായി പറഞ്ഞ കാര്യമാണ്. അതൊന്നുകൂടി അത് ആവർത്തിച്ച് നോക്കിയാൽ മതി എന്താണെന്നുള്ളത്. വളരെ വിശദമായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് പറയാൻ സമയമില്ല. എന്താ സംശയം? ഞാൻ പറഞ്ഞത് എന്താണോ ആ പറഞ്ഞതിൽ നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണെങ്കിൽ വേറെയല്ലേ എടുക്കേണ്ടത്. ഇവിടെ കാണേണ്ടത് ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ വിശദമായി ചർച്ച ചെയ്യാം. അതിമഹത്വവും അഭിമാനകരവുമായ എന്തോ ഒന്നാണ് എന്നും അതിൻ്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പോംവഴി എന്നുമുള്ള വാദം ശക്തിപ്പെടുന്ന കാലമാണിത്. ഇതിൻ്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്ന ആശയവാക്യമാണ്. ലോകത്തിനാകെ സുഖമുണ്ടാവട്ടെ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ഒരു വിധത്തിലും എതിർക്കപ്പെടേണ്ടതല്ലല്ലോ. ഏറ്റവും ഉദാത്തമായ ഒരു സങ്കല്പമാണല്ലോ. ലോകത്ത് ഇത്ര ശ്രേഷ്ഠമായ ഒരടയാളവാക്യം മുന്നോട്ട് വെച്ചത് ഹിന്ദുത്വം മാത്രമല്ലേ? ഇതൊക്കെയാണ് ഉയർത്തുന്ന വാദങ്ങൾ. ഈ വാദം ആവർത്തിക്കുന്നവർ ഇതിന് തൊട്ടു മുൻപുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട്. ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം, ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ഇതാണ് തൊട്ടു മുൻപുള്ള ആ വരി. എന്ന് പറഞ്ഞാൽ ഗോവിനും, അതായത് പശുവിനും, ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്നർത്ഥം. ഇതൊന്ന് ചേർത്ത് വായിക്കുക. അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി. എത്രയധികം ചേർന്നു പോകുന്നു. ലോകാസമസ്തോ സുഖിനോ ഭവന്തു എന്ന സനാതനത്വത്തിന്റെ മുദ്രാവാക്യവും ഇന്നത്തെ പശു കേന്ദ്രീകൃത ബ്രാഹ്മണ കേന്ദ്രീകൃത രാഷ്ട്രീയവും എന്ന് നോക്കുക. അക്കാലത്ത് നിലനിന്ന സാമൂഹ്യ അനീതികളൊക്കെ ഇന്ന് മാഞ്ഞുപോയി എന്ന് കരുതാനാവുമോ? അതൊക്കെ പല രൂപങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്ന് രാഷ്ട്രീയാധികാരത്തിന്റെ രക്ഷാകർതൃത്വം അതിലുണ്ടായിരുന്നു. ആ രക്ഷാകർതൃത്വം ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ, ഗ്രാമങ്ങളിൽ ഇന്നും ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും പീഡിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ പീഡകരൊക്കെ നിയമവ്യവസ്ഥക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതിനൊക്കെ സംരക്ഷണമേകുന്നവരുടെ വാദമാണ് സനാതന ധർമ്മവാദം. അതായിക്കോട്ടെ. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് അതൊരു തണ്ടുറപ്പിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നട്ടല്ലുറപ്പെന്ന് പറയും. അത് വളരെ കൃത്യമായി പിണറായി കാണിച്ചു. അതൊരു ധീരതയാണ്. അത് വ്യക്തിക്ക് അവനവനിലുള്ള വിശ്വാസമാണ്. സനാതനത്തെക്കുറിച്ച് താൻ പറഞ്ഞ വാചകം ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നിന്ന് ഒരു ഇഞ്ച് മാറാൻ തയ്യാറല്ലെന്നും അതിൻ്റെ ചർച്ചകൾ നടക്കട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശിവഗിരി സമ്മേളനം പോലൊരു പ്രത്യേക സാഹചര്യത്തിൽ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ വാചകത്തിന് പിന്നാലെ
മുഖ്യമന്ത്രി ഉടുപ്പൂരൽ വിവാദത്തിനോടൊപ്പം തന്നെ സംഘപരിവാറുകാർ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കപട സനാതന ധർമ്മത്തെക്കുറിച്ചും വലിച്ചു കീറി അടുപ്പത്ത് വെച്ച അവസ്ഥയുണ്ടായി. അത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന വരേണ്യവർഗത്തിൻ്റെ പിന്മുറക്കാർക്കും വല്ലാത്ത പൊള്ളലേറ്റു. കാരണം എന്താണ്? അവരും ഇതേ ആശയത്തിലൂടെ സഞ്ചരിക്കുന്നവരാണല്ലോ. ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. സതീശന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. മുഖ്യമന്ത്രിയെ തിരുത്താൻ ഇറങ്ങി. കാര്യം പ്രിവിലേജുള്ള ഒരു വരേണ്യ മേനോനാണല്ലോ, തള്ളിപ്പറയാൻ പറ്റും. ചാതുർവർണ്ണ വ്യവസ്ഥ അനുഭവിച്ചതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ഊഹിക്കാനോ ചിന്തിക്കാനോ പറ്റില്ല. അവിടെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കലണ്ടർ കാലഘട്ടത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളെല്ലാം കടന്നു വരാനിരിക്കുന്നു, ഒരു രാഷ്ട്രീയ വിവാദമാക്കി ഇതിനെ ഉയർത്തുമെന്നുള്ള എല്ലാ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലും ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ, ഈ സമൂഹത്തെ തമ്മിലടുപ്പിക്കാൻ ചിലർ പരിശ്രമിക്കുന്നതിനെ പരസ്യമായി പറയേണ്ടടുത്ത് പറയേണ്ട ഭാഷയിൽ പുലർത്തേണ്ട ശരീരഭാഷ ഉപയോഗിച്ച് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങൾ നിലനിൽക്കാനും ഈ നാടിൻ്റെ മതേതരത്വത്തെ ജാതി കോമരങ്ങൾക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് അതിലൂടെ നടത്തിയിരിക്കുന്നത്. അത് പിന്നീട് ആവർത്തിച്ച് ചില മാപ്ര തമ്പുരാക്കന്മാരുടെ ചോദ്യമായി വന്നപ്പോഴും അദ്ദേഹം ഒരംശം പോലും ഇടർച്ചയില്ലാതെ പറഞ്ഞതാണ് എൻ്റെ ബോധ്യമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാര്യം തിരിച്ചറിഞ്ഞോളൂ, 100% ഒരു വ്യക്തി എത്രമാത്രം കൃത്യതയാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. അതായത് അവസരവാദിയല്ല, അവസരത്തിനൊത്ത് സഞ്ചരിക്കുകയുമില്ല, നേട്ടങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയില്ല എന്ന് വീണ്ടും തുറന്നു കാട്ടിയിരിക്കുന്നു. ഇതേപടി തുറന്നു കാട്ടാൻ കേരളത്തിലെ ഏത് ഇതര രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാരുണ്ടാകും എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് പിണറായി വിജയൻ്റെ ഉള്ളിലെ ആ ധൈര്യമെന്നും കാഴ്ചപ്പാടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.